ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിഷതീർത്ഥം യൂട്യൂബ് ചാനലിലേക്ക് ജ്യോതിഷത്തിൽ താല്പര്യവും വിശ്വാസവുമുള്ള ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വൃശ്ചികക്കൂറിൽ ജനിച്ചവർക്ക് 2026 ഓഗസ്റ്റ് മാസത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുള്ള ചാരഫലം എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിൽ ഉൾപ്പെടുന്നത്. ആദ്യമായി ഗ്രഹസ്ഥിതി പരിശോധിക്കാം. സൂര്യൻ 17-ാം തീയതി രാവിലെ 7:59 വരെ കർക്കിടകം രാശിയിലും അതിനുശേഷം ചിങ്ങൻ രാശിയിലും സ്ഥിതി ചെയ്യും. ചൊവ്വ 2-ാം തീയതി രാത്രി 10:51 വരെ ഇടവം രാശിയിലും അതിനുശേഷം മിഥുന രാശിയിലും സ്ഥിതി ചെയ്യും. ബുധൻ 5-ാം തീയതി രാത്രി 7:54 വരെ മിഥുനൻ രാശിയിലും അതിനുശേഷം കർക്കിടക രാശിയിലും സ്ഥിതി ചെയ്യുന്നു. വ്യാഴം കർക്കിടക രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. ശുക്രൻ കന്നി രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. ശനി മീനം രാശിയിലും രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു. ഇതാണ് പ്രധാന ഗ്രഹസ്ഥിതി. മലയാളികളെ സംബന്ധിച്ച് ഓഗസ്റ്റ് മാസം വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ്. മലയാള വർഷത്തിന്റെ ആരംഭം കുറിക്കുന്ന ചിങ്ങമാസം ആരംഭിക്കുന്നത് ഓഗസ്റ്റ് മാസത്തിലാണ്. ഒരു വർഷക്കാലത്തെ ഫലങ്ങളുടെ നാന്ദി കുറിക്കുന്നതാണ് ഈ ഓഗസ്റ്റിലെ ഫലം എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ഗ്രഹചാരം അനുസരിച്ച് ഓഗസ്റ്റ് മാസത്തില് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് വൃശ്ചികക്കൂറുകാർക്ക് അനുഭവപ്പെടുക. അത് എപ്രകാരമാണെന്ന് പരിശോധിക്കാം. 17-ാം തീയതി മുതൽ സൂര്യൻ ഈ കൂറുകാർക്ക് 10-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 10-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യൻ അനുകൂല ഫലങ്ങളാണ് ഇവർക്ക് നൽകുന്നത്. സ്വകർമ്മസിദ്ധിയും സകല കാര്യങ്ങളിലും വിജയവുമാണ് 10-ാം ഭാവത്തിലെ സൂര്യന്റെ ചാരഫലം. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും വളരെ കാലമായി ആഗ്രഹിക്കുന്നതുമായ ഒരു കർമ്മരംഗത്ത് പ്രവർത്തിക്കാനുള്ള അവസരം ഈ കൂറുകാർക്ക് ഓഗസ്റ്റ് മാസത്തിൽ വന്നു ചേരും. അതുപോലെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പൂർണ്ണമായ സംതൃപ്തിയും അനുഭവപ്പെടും. കർമ്മരംഗത്ത് നിന്നും കൂടുതൽ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. എല്ലാ കാര്യത്തിലും വിജയമാണ് ഈ കൂറുകാർക്ക് അനുഭവപ്പെടുക. അവർ ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളിലും പൂർണ്ണ വിജയം നേടുവാനും പൂർണ്ണമായ നേട്ടമുണ്ടാക്കുവാനും ഈ ഓഗസ്റ്റ് മാസത്തിൽ വൃശ്ചികക്കൂറുകാർക്ക് സാധിക്കും. 5-ാം തീയതി രാത്രി 7:54 വരെ ബുധൻ സ്ഥിതി ചെയ്യുന്നത് 8-ാം ഭാവത്തിലാണ്. 8-ാം ഭാവത്തിലെ ബുധന്റെ ചാരഫലം അനുകൂലമാണ്. കാര്യാദികളിലൊക്കെ വിജയം ഇവർക്ക് വന്നു ചേരും. ഏറ്റെടുക്കുന്ന എല്ലാ കാര്യത്തിലും പൂർണ്ണമായി വിജയിക്കുവാൻ ഇവർക്ക് സാധിക്കും. അതുപോലെ തന്നെ പുത്ര കളത്ര സുഖവും അനുഭവപ്പെടും. വളരെ കാലമായി വിവാഹ ആലോചന നടത്തുന്ന യുവതി യുവാക്കൾക്ക് വിവാഹത്തിന് അനുകൂലമായ തീരുമാനങ്ങളിൽ എത്തിച്ചേരുവാൻ സാധിക്കും. അതുപോലെ വളരെ കാലമായി സന്താനഭാഗ്യം ലഭിക്കാതെ ബുദ്ധിമുട്ടുന്ന ദമ്പതിമാരെ സംബന്ധിച്ച് അവരുടെ ബുദ്ധിമുട്ടുകൾക്ക് അറുതി വരുന്ന ചില കാര്യങ്ങളൊക്കെ അനുഭവിക്കുവാൻ ഈ ഓഗസ്റ്റ് മാസത്തിൽ സാധിക്കുന്നതാണ്. സന്താനങ്ങൾ മൂലം അനുഭവിച്ചിരുന്ന ദുഃഖ ദുരിതങ്ങളും ഈ കൂറിൽപ്പെട്ട ദമ്പതിമാർക്ക് പെട്ടെന്ന് തന്നെ വിട്ടുമാറും. സന്താനങ്ങളെ സംബന്ധിച്ച് കൂടുതൽ സന്തോഷം ഇവർക്ക് അനുഭവപ്പെടും. വസ്തുക്കൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഓഗസ്റ്റ് മാസം വളരെ അനുകൂലമാണ്. തങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു വസ്തു സ്വന്തമാക്കാനുള്ള അവസരം ഈ കൂറിൽപ്പെട്ടവർക്ക് വന്നു ചേരും. മനസ്സിന് എല്ലാ രീതിയിലും സുഖം അനുഭവപ്പെടും. വളരെ കാലമായി പല കാരണത്താൽ അനുഭവിച്ചു വന്നിരുന്ന മനക്ലേശങ്ങളൊക്കെ വിട്ടുമാറി മനസ്സിന് സന്തോഷവും ഉന്മേഷവും അനുഭവപ്പെടും. ഈ കൂറുകാർക്ക് വ്യാഴം സ്ഥിതി ചെയ്യുന്നത് 9-ാം ഭാവത്തിലാണ്. ഭാഗ്യസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന വ്യാഴത്തിന്റെ ചാരഫലം വളരെ അനുകൂലമാണ്. ഭാഗ്യവർദ്ധനവ് ഇവർക്ക് അനുഭവപ്പെടും. ഭാഗ്യഹീനത മൂലം ജീവിതത്തിൽ കഷ്ടനഷ്ടങ്ങൾ അനുഭവിച്ചു വന്ന ഈ കൂറുകാർക്ക് അതെല്ലാം പെട്ടെന്ന് തന്നെ ഇല്ലാതാകുകയും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്ന രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുകയും ചെയ്യും. വിവാഹ തടസ്സം മാറി വിവാഹത്തിന് അനുകൂലമായ തീരുമാനങ്ങളിൽ എത്തിച്ചേരുവാൻ കഴിയുക. അതുപോലെ വളരെ കാലമായി വീട് വാങ്ങുവാനോ വീട് വയ്ക്കുവാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായ തീരുമാനങ്ങളിൽ എത്തിച്ചേരുവാൻ കഴിയുക. വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കുക. ഇതൊക്കെ ഈ കൂറുകാർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ നടക്കുന്നതാണ്. മാതാപിതാക്കളിൽ നിന്നും സ്വത്ത് ലഭിക്കാനുള്ളവർക്ക്
അതിനനുകൂലമായ സമയമാണ്. സാമ്പത്തികമായ നേട്ടം വിവിധ മേഖലയിൽ നിന്നും ഇവർക്ക് അനുഭവപ്പെടും. സാമ്പത്തികമായി പരാധീനത അനുഭവിച്ചു വന്നവർക്ക് അതെല്ലാം മാറി മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക നില കൈവരുന്നതാണ്. അതുപോലെ തന്നെ പുത്ര കളത്ര സൗഖ്യം 9-ാം ഭാവത്തിലെ വ്യാഴവും ഈ കൂറുകാർക്ക് നൽകുന്നു. വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടത്തുന്നതിന് അനുകൂലമായ ഒരു സാഹചര്യം വന്നു ചേരും. അതുപോലെ സന്താന സൗഭാഗ്യം ലഭിക്കാത്തവർക്ക് അനുകൂലമായ സമയമാണ് ഓഗസ്റ്റ് മാസം. വേർപെട്ട് കഴിയുന്ന ദമ്പതിമാർക്ക് ഒന്നിച്ചു ചേരുവാനുള്ള അവസരവും ഈ ഓഗസ്റ്റ് മാസത്തിൽ വന്നു ചേരുന്നതാണ്. 11-ാം ഭാവത്തിലാണ് ഈ കൂറുകാർക്ക് ശുക്രൻ സ്ഥിതി ചെയ്യുന്നത്. വളരെ കാലമായി അടുപ്പം സൂക്ഷിക്കാതിരുന്ന ബന്ധുക്കളുമായി അടുപ്പത്തിലാകുവാനും പരസ്പരം സഹകരിക്കുവാനും സഹായിക്കുവാനും ഇവർക്ക് ഇടവരും. സാമ്പത്തിക നേട്ടവും ഈ 11-ാം ഭാവത്തിലെ ശുക്രൻ ഈ കൂറുകാർക്ക് നൽകുന്നു. അതുപോലെ തന്നെ കളത്ര പുത്ര സുഖപ്രാപ്തിയും ഈ ശുക്രൻ നൽകുന്നുണ്ട്. എല്ലാം കൊണ്ടും മനസ്സിന് സന്തോഷം അനുഭവപ്പെടും. ഇവർ അനുഭവിച്ചിരുന്ന ദുഃഖ ദുരിതങ്ങളൊക്കെ പെട്ടെന്ന് വിട്ടുമാറും. 10-ാം ഭാവത്തിൽ ചെയ്യുന്ന കേതുവും ഇവർക്ക് അനുകൂലമാണ്. പല വിധത്തിലുള്ള അർത്ഥലാഭം ഇവർക്ക് അനുഭവപ്പെടും. പൊതുവെ ഈ കൂറുകാർക്ക് ഓഗസ്റ്റ് മാസം ധനലാഭത്തിന്റെ ഒരു മാസമാണെന്ന് വിശേഷിപ്പിക്കാം. 8-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുധനും 9-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴവും 11-ാം ഭാവത്തിലെ ശുക്രനും 10-ാം ഭാവത്തിലെ കേതുവും ഒക്കെ വലിയ സാമ്പത്തിക നേട്ടമാണ് ഈ കൂറിൽ ജനിച്ചവർക്ക് പ്രദാനം ചെയ്യുന്നത്. അതുപോലെ ധാരാളം ഭാഗ്യാനുഭവങ്ങളും ഇവർക്ക് വന്നു ചേരും. എന്നാൽ ചില ഗ്രഹങ്ങളുടെ അനിഷ്ടസ്ഥിതി ചില ദോഷങ്ങളും ഈ കൂറുകാർക്ക് നൽകുന്നുണ്ട്. 17-ാം തീയതി രാവിലെ വരെ 9-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യൻ ഇവർക്ക് അനുകൂല ഫലങ്ങളല്ല നൽകുന്നത്. ചില അപ്രതീക്ഷിതമായ ആപത്തുകളൊക്കെ വന്ന് ഭവിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ 7-ാം ഭാവത്തിലും 8-ാം ഭാവത്തിലുമായി സ്ഥിതി ചെയ്യുന്ന ചൊവ്വയും ഇവർക്ക് അനുകൂല ഫലങ്ങളല്ല നൽകുന്നത്. 7-ാം ഭാവത്തിലെ ചൊവ്വയുടെ ചാരഫലം അനുസരിച്ച് ഭാര്യ അല്ലെങ്കിൽ ഭർത്തൃ കലഹം, സ്ഥാനചലനം, സഞ്ചാരം മൂലമുള്ള ദുരിതങ്ങൾ ഇതൊക്കെ അനുഭവപ്പെടാം. 8-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ചൊവ്വ മൂലം രക്തസംബന്ധമായ അരിഷ്ടതകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ മാനസികമായ ബുദ്ധിമുട്ടുകൾ, ശത്രുപീഡ ഇതൊക്കെ 8-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ചൊവ്വയുടെ ചാരഫലമാണ്. ശരീരത്ത് ഒടിവ്, ചതവ് മുതലായ പരിക്കുകൾ ഏൽക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. 5-ാം തീയതി രാത്രി 7:54 മുതൽ ബുധൻ ഈ കൂറുകാർക്ക് 9-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 9-ാം ഭാവത്തിലെ ബുധന്റെ ചാരഫലം അരിഷ്ടതയാണ്. നാനാവിധത്തിലുള്ള അരിഷ്ടത വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. 5-ാം ഭാവത്തിലാണ് ശനി സ്ഥിതി ചെയ്യുന്നത്. അത് പുത്രാദികൾ മൂലമുള്ള വിരഹ ദുഃഖത്തിന് കാരണമാക്കും. സന്തതികളുമായി അകന്നു കഴിയേണ്ട സാഹചര്യം സംജാതമായേക്കാം. 4-ാം ഭാവത്തിലാണ് ഇവർക്ക് രാഹു സ്ഥിതി ചെയ്യുന്നത്. ഭാര്യാവിരഹം, ദൂരദേശ ഗമനം, അതുപോലെ കുടുംബവുമായി വേർവിട്ട് താമസിക്കേണ്ടി വരിക, പല വിധത്തിലുള്ള വിഷമങ്ങൾ ജീവിതത്തിൽ വന്നു ഭവിക്കുക, ഇതൊക്കെ 4-ാം ഭാവത്തിലെ രാഹുവിൻ്റെ ദോഷഫലങ്ങളാണ്. സർവരോടും വിരോധമുണ്ടാകുക, സകലരുമായി വാക്കുതർക്കങ്ങളിലും കലഹങ്ങളിലും ഏർപ്പെടുക, ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ പ്രത്യേകം ജാഗ്രത നൽകേണ്ടതാണ്. സൂര്യന്റെയും ശനിയുടെയും രാഹുവിൻ്റെയും അനിഷ്ടസ്ഥിതി മൂലമുള്ള ദോഷങ്ങൾ ഇല്ലാതാകുന്നതിന് മഹാദേവന് ധാര കഴിക്കുകയും കൂവളമാല സമർപ്പിക്കുകയും ചെയ്ത് പ്രാർത്ഥിക്കുന്നത് സഹായിക്കും. ചൊവ്വയെ കൊണ്ടുള്ള ദോഷങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകുന്നതിന് സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലഭിഷേകം നടത്തി പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. ബുധന്റെ അനിഷ്ടഭാവസ്ഥിതി മൂലം ഉണ്ടാകുന്ന അരിഷ്ടതകൾ ഇല്ലാതാക്കുവാൻ ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ തുടങ്ങിയ അവതാര വിഷ്ണുവിന് അർച്ചന നടത്തി പ്രാർത്ഥിക്കുന്നത് സഹായകമാകും. 5-ാം ഭാവത്തിൽ ചെയ്യുന്ന ശനിയുടെ ദോഷങ്ങൾ ഇല്ലാതാകുന്നതിന് ശനീശ്വരനെ ഭജിക്കുന്നത് ഉത്തമമാണ്. ഓം നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം നമാമി ശനൈശ്ചരം എന്ന മന്ത്രം ഉരുവിട്ട് ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നത് ദോഷങ്ങൾ ഇല്ലാതാക്കി ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുവാൻ സഹായിക്കും. ദോഷ ദുരിതങ്ങൾ ഇല്ലാതാക്കുവാൻ പ്രാർത്ഥനയും വഴിപാടുകളും നടത്തി മുന്നോട്ട് പോകുന്ന ഈ കൂറുകാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ ഇടയാകട്ടെ എന്ന് മഹാദേവനോട്
പ്രാർത്ഥിക്കുന്നു. ശംഭോ മഹാദേവ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.